നമസ്കാരം. 1949 ജൂലൈ 1 കോട്ടയം ജില്ല രൂപീകരിച്ചു. പ്രാചീന കാലത്ത് വെൺപുലി നാട് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശം ആണ് കോട്ടയം. കോട്ടയം പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ടി രാമറാവു എന്ന വ്യക്തിയാണ്. 3 എല്ലുകളുടെ നാട് എന്നും കോട്ടയം അറിയപ്പെടുന്നു. റബ്ബറിന്റെ നാട്, അക്ഷര നഗരം എന്നും കോട്ടയം അറിയപ്പെടുന്നു. മീനച്ചിലാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. അരുന്ധതി റോയിന്റെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്ന നദിയാണ് മീനച്ചിലാർ. മീനച്ചിലാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഐമനം ഗ്രാമത്തെയും ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനകത്ത് പരാമർശിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ പ്രധാന നദികളാണ് മീനച്ചിലാർ, മണിമലയാർ, മൂവാറ്റുപുഴയാർ. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടം ആണ്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളിൽ ഒന്നാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ല അതിർത്തി പങ്കിടുന്നത് കേരളത്തിലെ മറ്റു ജില്ലകളും ആയി മാത്രം ആണ്. 9 നിയമസഭാ മണ്ഡലം, 1 ലോകസഭാ മണ്ഡലം. കോട്ടയം ആണ് ലോകസഭാ മണ്ഡലം. 1989 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം ആയി കോട്ടയം മാറി. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ 1ാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. 2ാമത്തേത് കോട്ടയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് നിലവിൽ വന്നത് കോട്ടയം ജില്ലയിൽ ആണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ് വരുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും കോട്ടയത്താണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ആണ്. കേരളത്തിൽ ആദ്യമായി ആകാശപാത നിലവിൽ വന്നത് കോട്ടയത്താണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നതും കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ലയാണ് കോട്ടയം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സയൻസ് സിറ്റി നിലവിൽ വന്ന കുറവിലങ്ങാട് എന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 10ാമത്തെ പ്രസിഡന്റ് ആയ KR നാരായണന്റെ ജന്മസ്ഥലം ആയ ഉഴവൂർ എന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന്റെ ആസ്ഥാനം വരുന്ന തെക്കുംതല എന്ന സ്ഥലവും കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം ആണ്. ബിയോണ്ട് ദ ബാക്ക് വാട്ടർ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ സിമന്റ് ഫാക്ടറി ആയ ട്രാവൻകൂർ സിമന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം വരുന്ന നാട്ടകം എന്ന സ്ഥലവും കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. NSSന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്, അഥവാ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. NSS സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തിയാണ് NSS സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലവും വരുന്നത് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ്. ഇനി കോട്ടയം ജില്ലയിലെ പ്രധാന ആരാധന ആലയങ്ങൾ നോക്കാം. വൈക്കം മഹാദേവ ക്ഷേത്രം. ഇന്ത്യയിൽ ആദ്യമായി അയിത്തത്തിനെതിരെ സംഘടിത സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രവും ആയി ബന്ധപ്പെട്ടാണ് നടന്നിട്ടുള്ളത്. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് നടന്നിട്ടുള്ളത്. 7.5 പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഏറ്റുമാനൂർ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആദിത്യപുരം എന്ന സ്ഥലവും കോട്ടയം ജില്ലയിൽ തന്നെയാണ് വരുന്നത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും കോട്ടയം ജില്ലയിൽ ആണ്. ഭരണഞ്ഞാനം പള്ളി. അൽഫോൻസ അമ്മയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള പള്ളിയാണ് ഭരണഞ്ഞാനം പള്ളി. മാന്നാനം പള്ളി. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള പള്ളിയാണ് മാന്നാനം പള്ളി. വലിയ പള്ളി, ചെറിയ പള്ളി, മന്നാർക്കാവ് പള്ളി, താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, തിരുനക്കര ക്ഷേത്രം, ഇതെല്ലാം കോട്ടയം ജില്ലയിലെ പ്രധാന ആരാധന ആലയങ്ങൾ ആണ്. കേരളത്തിൽ ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ലയാണ് കോട്ടയം. ഇനി കോട്ടയം ജില്ലയിലെ മറ്റു ചില സവിശേഷതകൾ നോക്കാം.
കേരളത്തിൽ ആദ്യമായി കോളേജ് നിലവിൽ വന്നത് കോട്ടയത്താണ്. കോട്ടയം CMS കോളേജാണ് 1817. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി പ്രസ് നിലവിൽ വന്നതും കോട്ടയത്താണ്. CMS പ്രസ് തന്നെയാണ്. ബെഞ്ചമിൻ ബെയ്ലി എന്ന വ്യക്തി 1821 CMS പ്രസ് സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടിച്ച പ്രസ്സാണ് CMS പ്രസ്. മാന്നാനം പ്രസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സ്ഥാപിച്ച പ്രസ്സാണ് മാന്നാനം പ്രസ്. ദീപിക പത്രം ആദ്യമായി അച്ചടി ആരംഭിച്ചത് മാന്നാനം പ്രസ്സിൽ വെച്ചാണ്. ദീപിക പത്രത്തിന്റെ ആസ്ഥാനം വരുന്നത് കോട്ടയത്താണ്. മലയാള മനോരമ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. കണ്ടത്ത് വർഗീസ് മാപ്പിള 1888 സ്ഥാപിച്ചതാണ് മലയാള മനോരമ. മലയാള മനോരമയ്ക്ക് മലയാള മനോരമ എന്ന പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അഖില കേരള ബാലജനകീയ സഖ്യം ആരംഭിച്ചത് കോട്ടയത്താണ്. ഇനി കോട്ടയത്ത് വളരെയധികം പ്രചാരത്തിലുള്ള കലാരൂപങ്ങൾ നോക്കാം. ചവിട്ട് നാടകം, അർജുന നൃത്തം, മാർഗം കളി. അർജുന നൃത്തം കോട്ടയത്തു മാത്രമല്ല ആലപ്പുഴയിലും വളരെയധികം പ്രചാരത്തിലുള്ള കലാരൂപം ആണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയായിട്ടുള്ള കലാരൂപമാണ് ചവിട്ടുനാടകം. വാഗമൺ, ഇലവീഴ, പൂഞ്ചിറ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള 2 സുഖവാസ കേന്ദ്രങ്ങൾ ആണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ, പൂഞ്ചിറ ഇടുക്കിയുടെ അതിർത്തിയിൽ ആണ് വരുന്നത്. മാങ്കുന്ന്, കടയന്നൂർ, താന്നിപ്പാറ എന്നീ 3 മലകൾക്കിടയിലാണ് ഈ വളരെയധികം മനോഹരമായിട്ടുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാരാഗ്ലൈഡിങ്ങിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള സുഖവാസ കേന്ദ്രം ആണ് വാഗമൺ. കോട്ടയം, ഇടുക്കി എന്നീ 2 ജില്ലകളിൽ ആയിട്ടാണ് വാഗമൺ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ്, കേരളത്തിലെ ഹോട്ട്ലാൻഡ്, ഏഷ്യയിലെ തന്നെ ഹോട്ട്ലാൻഡ് എന്നിങ്ങനെ വിവിധ ബുക്കുകളിൽ പരാമർശിക്കുന്ന സുഖവാസ കേന്ദ്രം ആണ് വാഗമൺ. കോട്ടയം പബ്ലിക് ലൈബ്രറി മലയാളി മെമ്മോറിയലിന്റെ പ്രാരംഭ മീറ്റിംഗ്സ് നടന്നിട്ടുള്ളത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചിട്ടാണ്. അതായത് മലയാളി മെമ്മോറിയലുമായി വളരെയധികം ബന്ധമുള്ള ലൈബ്രറിയാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നത് കോട്ടയത്താണ്. അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നതും കോട്ടയത്താണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ എന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത്. 1945 സാഹിത്യ പ്രവർത്തന സംഘം കോട്ടയത്ത് രൂപീകരിച്ചു. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. കോട്ടയം ജില്ലയിൽ ആണ് വരുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. MG യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ആതിരമ്പുഴ. ആതിരമ്പുഴ എന്ന സ്ഥലത്താണ് MG യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. AR നാരായണൻ, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, വൈക്കം മുഹമ്മദ് ബഷീർ, KG ബാലകൃഷ്ണൻ എന്നിവർ കോട്ടയം ജില്ലയിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ ആണ്. ഐതിഹ്യമാലയുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും KG ബാലകൃഷ്ണന്റെയും ജന്മസ്ഥലം തലയോലപ്പറമ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.